ഒരു ദുഃഖകരമായ വാർത്ത വായിച്ചതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അതായത് ഈ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞവർ വീണ്ടും ക്രൈം ചെയ്യുന്നു, ഈ ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊലപാതകം ചെയ്യുന്നു. ഇങ്ങനെ അതായത് നമ്മളിപ്പോൾ ഒരു പത്രം വായിച്ചു നോക്കിയാൽ അറിയാം, ഓരോ കുറ്റകൃത്യം ചെയ്യുന്നവരുടെയും ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയാൽ അവർ കുറ്റകൃത്യം കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയവർ അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയവർ ആയിരിക്കും, അല്ലാതെ പുതിയ കുറ്റവാളികളല്ല. അപ്പോൾ ഈ സമൂഹത്തിൽ ഇവരെ ഇങ്ങനെ തുറന്നു വിടുന്നതിൽ ഉള്ള അപാകതയും അപകടവും അത് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിപ്പോൾ ചിന്തിക്കാനുള്ള കാര്യം, നമ്മുടെ ചെന്താമര എന്ന് പറയുന്ന ആ മനുഷ്യനെ തുറന്നു വിട്ടു. അയാൾ നേരത്തെ ഒരു സ്ത്രീയെ കൊന്നതാണ്. എന്നിട്ട് ഇപ്പോൾ തുറന്നു വിട്ടപ്പോൾ ബാക്കി രണ്ടുപേരെയും കൂടെ അയാൾ പോയി കൊന്നിരിക്കുന്നു ജാമ്യത്തിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ അതായത് ഈ ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വീണ്ടും കൊലപാതക ഭീഷണി മുഴക്കുന്നുവെന്ന് ഈ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും പോലീസിന് ഇയാളെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചത് കാരണം പിടിച്ചകത്തിടാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 ജീവനും കൂടെ പോയി. അപ്പോൾ ഈ പോലീസ് ഇങ്ങനെ നിഷ്ക്രിയരായിരിക്കുന്നതിൻ്റെ കാരണം, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഈ പ്രയോറിറ്റീസ് എല്ലാം അപ്സൈഡ് ഡൗൺ ആക്കി കൊടുത്തിരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു നടിയെ ദ്വയാർത്ഥ പ്രയോഗം ആരെങ്കിലും നടത്തിയാൽ ഉടനെ അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ പോലീസ്. നമ്മുടെ മന്ത്രിമാർ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി മാത്രം 8-10 കാറ്, ഓരോ കാറിലും പോലീസ് വേണ്ടേ? അതിനാണോ ഈ പോലീസിൻ്റെ ഒരു പ്രാഥമിക റെസ്പോൺസിബിലിറ്റി ലോ ആൻഡ് ഓർഡർ അല്ലേ? അപ്പം നമ്മുടെ ഒരു ആളിനെ കൊന്നുകളയും എന്ന് ഭീഷണി മുഴക്കുമ്പോൾ അതിന് അയാളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പോലീസിന്. അപ്പോൾ ചോദിക്കും, ഈ മന്ത്രിയുടെ അകമ്പടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കാശാണ്, ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിക്കും. കാരണം അതെൻ്റെ കാശാണ്. ഞാൻ സോപ്പും ചീപ്പും വാങ്ങിക്കുമ്പോൾ ഉള്ള ടാക്സാണ് ഈ സർക്കാർ കാശ്, അല്ലാതെ ആ സർക്കാരിൽ അവിടെ ചെന്നിരിക്കുന്നവരുടെ കാശല്ലത്. പിന്നെ ഈ ജാമ്യം കൊടുത്ത ഒരു കൊലയാളി വീണ്ടും കൊലപാതകം ചെയ്യുമ്പോൾ ഈ നമ്മൾ ജാമ്യം കൊടുത്തതിൽ എന്തോ ഒരു അപാകത ഉണ്ടെന്ന് ചിന്തിക്കുന്നത് കോമൺ സെൻസ് അല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ മെഡിസിനിൽ ഞങ്ങളൊരു ചികിത്സ കൊടുക്കുന്നു, ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ആളിന് മോശമായ ഫലം വരുന്നു. അപ്പം ഞങ്ങളിതിനെ ഓഡിറ്റ് ചെയ്യും. അതെന്തിനാ? അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ. അതേമാതിരി കോടതിയും ചെയ്യണം. നമ്മൾ ജാമ്യം കൊടുത്ത ആൾ ജാമ്യ വ്യവസ്ഥയൊക്കെ ലംഘിച്ച് ഓരോ കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്യുമ്പോൾ ഇന്ന ആളുകൾക്ക് ഇന്ന കാര്യങ്ങളായിട്ട് ജാമ്യം കൊടുക്കാമോ, കൊടുത്തുകൂടെങ്കിൽ എന്ത് നിയമ ഭേദഗതി വരുത്തണം, ഇത് കോടതി തന്നെ പറയേണ്ട കാര്യമാണ്. കോടതിക്ക് നിയമമൊന്നും ഉണ്ടാക്കാൻ ഒക്കില്ല, അത് സമ്മതിച്ച്. അതിനാണല്ലോ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിരിക്കുന്നത്. അവർ ചെയ്യട്ടെ, പക്ഷെ അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട് കോടതിക്ക് കഴിയണം. കാരണം ഈ ഓഡിറ്റിംഗ് എന്നുള്ളത് വളരെ 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 പ്രധാനമാണ്. ഓഡിറ്റിംഗ് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ ഒരേ കേസ് തന്നെ 2 കോടതിയിൽ ചെല്ലുമ്പോൾ 2 രീതിയിൽ വിധികൾ വരുന്നത് നമ്മൾ പലതും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹയർ കോർട്ടിൽ വരുമ്പോൾ വേറൊരു വിധി വരാം. പക്ഷേ ഒരേ തെളിവുകളും ഒരേ സാക്ഷികളും വെച്ചിട്ട് 2 വിധി വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ 2 പേരിൽ ഒരാളുടെ വിധി തെറ്റാണല്ലോ, അതുകൊണ്ടാണല്ലോ വേറൊരു വിധി വന്നത്. ആ തെറ്റായ വിധി വന്ന ആളിന് ഞാൻ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് ഒരു വിദ്യാഭ്യാസം കൊടുക്കണം. ഇനി ഇത് വരാതിരിക്കണം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ CME എന്നും പറഞ്ഞിട്ട്, അതായത് കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ കൂടെ ഞങ്ങൾ നന്നാവാൻ ശ്രമിക്കും. ആ ഒരു ശ്രമം നമ്മുടെ ജുഡീഷ്യറിയിലും വന്നേ പറ്റൂ. ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആൾ ഈ ജാമ്യ പീരീഡിൽ തന്നെ വീണ്ടും പോയി കുറ്റകൃത്യം ചെയ്യുന്നു. അങ്ങനെയുള്ളവൻ വീണ്ടും പിടിക്കപ്പെടുന്നു, വീണ്ടും ജാമ്യം കിട്ടുന്നു. അങ്ങനെ വരാനേ പാടില്ല. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചവന് പിന്നെ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം വരണം. അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ അതുണ്ടാക്കണം. പിന്നെ ഈ ജാമ്യ എടുത്ത് വന്ന് ഒരുത്തനെ കൊന്നുകളഞ്ഞാൽ അവന് ഹാബിച്വലായിട്ടൊരു കൊലയാളിയല്ലേ, അവനെ തുറന്നു വിടുന്നത് അപകടമല്ലേ? അവന് ജീവപര്യന്തമൊന്നും കൊടുക്കണ്ട, അവനെ അങ്ങ് കൊന്നേക്കണം. അവനെ തൂക്കിക്കൊന്നേ പറ്റൂ. കാരണം ഒരു കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെടുകയും എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി 2ാമത് കൊലപാതകം ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ചെന്താമരയെ പോലെ, തീർച്ചയായിട്ടും അവനെ തൂക്കിക്കൊല്ലണം. അതിന് ഒരു സംശയമില്ല. അതിന് നിയമമില്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം. പിന്നെ ഈ ബുദ്ധി ലെവലേശമില്ലാത്ത കുറേ ജീവികൾ, അത് ഇത്രയും നീട്ടി പറയുന്നതിൻ്റെ ഒരു പ്രയാസം കാരണം ബുദ്ധിജീവികളെന്ന് നമ്മൾ പറയുന്നു. പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ്, അലവലാദികളാണ്.
ഈ ക്രിമിനൽസിനെ എങ്ങനെ പുറത്തിറക്കാം, ഇതാണ് അവന്മാരുടെ ചിന്ത. ഈ ക്രിമിനൽസ് അടിച്ചു കൊന്ന ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, ഈ വിക്ടിംസ് എങ്ങനെ ജീവിക്കുന്നു, ഇതൊന്നും അവർക്കൊരു കൺസേൺ അല്ല. അവരൊന്നും ഹ്യൂമൻസേ അല്ല ഇവർക്ക്. ഇവരുടെ ഹ്യൂമൻസ് എന്ന് പറയുന്ന കുറേ ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ ഇതേമാതിരി കുറേ കൊലപാതകൾ, അവരെ എങ്ങനെ തുറന്നു വിടാം. അത് നമുക്ക് അതിലും ഒരു നിയമ ഭേദഗതി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിട്ടി പിടിക്കുമ്പോൾ നമ്മൾ ജാമ്യം നിൽക്കും. അപ്പം ചിട്ടി പിടിച്ച ആൾ കാശ് അടച്ചില്ലെങ്കിൽ നമ്മളെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. എൻ്റെ ശമ്പളത്തിൽ നിന്ന് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതേമാതിരി ഇവന്മാർ ജാമ്യത്തിനായിട്ട് കൊണ്ടുവരുന്നവരെ ജാമ്യം കൊടുക്കുമ്പോൾ ഇവരുടെ ജാമ്യത്തിൽ പോട്ടെ, അയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഓടിക്കളഞ്ഞാൽ ഇയാളെ പിടിച്ചകത്തിടട്ടെ. അങ്ങനെ വരുമ്പോൾ ഈ അനാവശ്യമായിട്ട് ഓരോന്നിനും ചെന്ന് ജാമ്യത്തിനൊന്നും ഇവന്മാർ നിൽക്കില്ല. സോ അത് നിയമം ഇല്ലാന്ന് എനിക്കറിയാം, നിയമം ഉണ്ടാക്കണം. കാരണം ഈ നിയമം എന്ന് പറയുന്നത് എപ്പോഴും 99% ആൾക്കാരും കുറ്റം ചെയ്യാത്തവരാണ്, ക്രിമിനൽസ് അല്ല. ഈ 1% വേണ്ടിയിട്ട് നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കരുത്. 99% വേണ്ടി വേണം നിയമം ഉണ്ടാക്കാൻ. ആ നിയമത്തിൽ ഈ 1% നമുക്ക് എലിമിനേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അവർ ഈ പറഞ്ഞ മാതിരി കൂടുതൽ ശിക്ഷ കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പോക്സോ, എനിക്ക് പേര് ഓർമ്മയില്ല, പോക്സോ കേസ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങി അങ്ങ് മുങ്ങിക്കളഞ്ഞു. ഇത് ഈ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ജാമ്യം വാങ്ങിച്ചു കൊടുത്തതാണ്. അവൻ അതുവഴി അങ്ങ് പോയി. പിന്നെ 10-20 വർഷം കഴിഞ്ഞിട്ടാണ് വേറെ ഏതോ സ്റ്റേറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത്. ഇതിനൊക്കെ സർക്കാരിൻ്റെ കാശാണ് ചിലവാകുന്നത്. പബ്ലിക് മണി, നമ്മുടെ പബ്ലിക് മണിയിൽ നിന്നും ഇത് സ്പെൻഡ് ചെയ്യാൻ ഒക്കില്ല. ഈ ജാമ്യം ലംഘിച്ച് പോയി കഴിഞ്ഞാൽ ഈ ജാമ്യം വാങ്ങിക്കൊടുത്തവനെ പിടിച്ച് അകത്തിടണം, ഇതിൻ്റെ ചിലവും അവൻ്റെ നീ ഈടാക്കണം. അപ്പോഴേക്കും ഈ അനാവശ്യമായിട്ട് ചുമ്മാ വഴിയെ നടക്കുന്നവനൊക്കെ ജാമ്യം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഈ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ വരില്ല. ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളാണെങ്കിൽ 99% വരുന്ന നോർമൽ പീപ്പിളിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി ചിന്തിക്കൂ. ഈ ക്രിമിനൽസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത്? പിന്നെ ഇതുകൂടാതെയാണ് സർക്കാരിൻ്റെ പരിപാടി. കോടതി ശിക്ഷിച്ച് കഴിഞ്ഞ് ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് കിടക്കുന്ന ആളിനെ സർക്കാർ എന്തിനാണ് ഈ തുറന്നു വിടുന്നത്? ഇപ്പോൾ ഇന്നലത്തെ ഒരു പത്രത്തിൽ കണ്ടു, എന്താ അതിൻ്റെ പേര്, അപ്പോൾ കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ച ആ സ്ത്രീയെ സർക്കാർ തുറന്നു വിടുകയാണ്. ജീവപര്യന്തം 10-15 വർഷം കിടന്നിട്ടുണ്ട്. പക്ഷേ തുറന്നു വിടേണ്ട ആവശ്യം എന്തുവാ? കാരണം കോടതിയല്ലേ തെറ്റുകാരനാണെന്ന് കണ്ടുപിടിച്ച, കോടതിയല്ലേ പറഞ്ഞ ജീവപര്യന്തം കിടക്കണമെന്ന്. പിന്നെ എന്തിനാണ് ഈ സർക്കാർ അതിനെ തുറന്നു വിടാൻ പോകണം? എങ്കിൽ പിന്നെ കോടതി വേണ്ടല്ലോ, സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ ആരെ അകത്തിടണം ആരെ പുറത്തിടണമെന്ന്. പിന്നെ ഇതിൽ തന്നെ ആ സ്ത്രീയുടെ കൂടെ 3 കൂട്ടുപ്രതികളുണ്ട്, 3-2 കൂട്ടുപ്രതികളുണ്ട്. അവർക്ക് ശിക്ഷ കുറച്ചുകൂടി കുറവാണ്. അതായത് ഈ സ്ത്രീക്ക് ഇരട്ട ജീവപര്യന്തമോ 3 ജീവപര്യന്തമോ കണ്ടാണ്, മറ്റവർക്ക് 1 ജീവപര്യന്തം അങ്ങനെയും കണ്ട. അപ്പോൾ ഈ സ്ത്രീയെ തുറന്നു വിട്ട സ്ഥിതിക്ക് മറ്റവരെ എന്തുകൊണ്ട് തുറന്നു വിട്ടില്ല? അപ്പോൾ ഈ പരിപാടി നിർത്തണം. അവനവന് വേണ്ടവരെ മാത്രം തുറന്നു വിടുന്ന പരിപാടി. അത് എന്തുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ജനങ്ങൾ ഇതിനെപ്പറ്റി വളരെ അവെയറായിട്ട് നിൽക്കണില്ല. അവെയറായിട്ട് നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ അപകടം ആണ് ഈ പതിയിരിക്കുന്നത്. എന്തോ അപകടമാണ്. നമ്മുടെ മധ്യ കേരളത്തിലൊരു ശങ്കരനെന്നോ അങ്ങാണ്ട് പറഞ്ഞൊരു മനുഷ്യൻ്റെ 13 വയസ്സുള്ള കൊച്ചിനെ ഏതാണ്ടൊരു കോയ ബലാത്സംഗം ചെയ്ത് കൊന്നു. ഇയാളെ കോയയെ പോലീസ് പിടിച്ച് അകത്താക്കി. പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ട് ഈ കോയ എന്ത് ചെയ്തു? ഇയാളുടെ വീട്ടിൽ കൂടെ വീട്ടിൻ്റെ പുറത്തുകൂടി തെക്കും വടക്കും നടക്കുക. ഞാൻ ഇനിയും ഇതൊക്കെ ചെയ്യും, വീട്ടിൽ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, സൂക്ഷിച്ചോ, ഇമ്മാതിരി. അപ്പോൾ ആ പാവം അച്ഛൻ എന്ത് ചെയ്യും? അയാൾക്ക് വേറെ മാർഗ്ഗമില്ല. അയാൾ ഇവിടുന്ന് ഒരു നാടൻ തോക്ക് സംഘടിപ്പിച്ച് ഇയാളെ വെടിവെച്ചും കൊന്നു. ന്യായം കിട്ടാതിരിക്കുമ്പോൾ, അതായത് ഈ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളെല്ലാം ഈ ക്രിമിനൽസിൻ്റെ കൂടെ മാത്രം നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ഇമാതിരി കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അതായത് നിയമം കയ്യിലെടുക്കും. ഇത് നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ കംപ്ലീറ്റ് കുളമാക്കും. അതുകൊണ്ട് ഇതിന് നമ്മൾ ആക്ട് ചെയ്യേണ്ട സമയമായി. ആക്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ആക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നവർക്ക് ഇത് ചെയ്യണമെന്ന് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ സാധാരണ ജനങ്ങൾ ഈ ക്രിമിനൽസിനെ തുറന്നു വിടുന്ന സംഭവങ്ങൾ നിരീക്ഷിക്കുകയും അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. താങ്ക് യു.